ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് സോയയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫ്രൈഡ് സോയ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ഈ പാത്രത്തിൽ ഞാനിപ്പോൾ ഒരു അര ഭാഗത്തോളം വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളമെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സോയ ചങ്ക്സ് കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് സോയ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വലുതാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അത് തന്നെ മതിയാവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതിയാവും. ചെറുതും വലുതും എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും ആവശ്യമില്ല, 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. കൂടെ തന്നെ നമ്മുടെ സോയ ചങ്ക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുത്തേക്കണം. അതായത് ഈ സമയത്ത് വെള്ളത്തിൽ ചേർത്താൽ മാത്രമേ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ട് വരുള്ളൂ. അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് പിന്നീട് നമുക്കിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും. നന്നായിട്ട് ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകണം. അത്രയും വെള്ളം പോയാൽ മാത്രമേ ഇതിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ നമ്മുടെ സോയ ചങ്ക്സിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയും കൂടി തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 ഗ്രാമ്പൂ ആണ്. ചെറിയ ഗ്രാമ്പൂൽ ഒരു 4 ഗ്രാമ്പൂ. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം കറുവാപ്പട്ടയും കൂടി. അപ്പോൾ അതും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത ഇഞ്ചി കൂടിയാണ്. ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയും കൂടിയാണ്. അപ്പോൾ വെളുത്തുള്ളി അല്ലി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 വെളുത്തുള്ളി അല്ലി, ചെറിയ വെളുത്തുള്ളി അല്ലിയിൽ 5 എണ്ണമാണ്. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം, ഒരുപാട് സമയം നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാള കൂടിയാണ്. അപ്പോൾ ഞാൻ ഒരു 2 മീഡിയം സൈസിലുള്ള സവാളേനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ സവാളയൊക്കെ നല്ലതുപോലെ കളറൊക്കെ മാറുന്നത് വരെ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരല്പം ഉപ്പും കൂടി ഈ സമയം ചേർക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ മിൽക്ക് പേടയുടെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ആ പേട തയ്യാറാക്കിയ പേട മേക്കറിൻ്റെ റിവ്യൂ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കുകയാണ്. ഇതുവരെ നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇതുപോലെ കുറച്ച് സമയം നമ്മളൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഒരു 30 സെക്കൻഡ് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി കൂടിയാണ്. അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയിൽ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി ആവശ്യമുണ്ട്. അപ്പോൾ ആ തക്കാളി കൂടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ ഒന്ന് വഴറ്റി കൊടുക്കണം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചങ്ക്സ് കൂടി ചേർക്കാം. സോയ ചങ്ക്സും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 30 സെക്കൻഡ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം എന്തിനു ചേർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാലയൊക്കെ നമ്മുടെ സോയ ചങ്ക്സിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം മാത്രം വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത കംപ്ലീറ്റ് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ സോയ ചങ്ക്സ് നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വരുന്നത്. ഇപ്പോൾ സോയ ചങ്ക്സൊക്കെ ചെറിയതായിട്ട് കളറൊക്കെ വൈറ്റ് കളറിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും കളറൊക്കെ മാറി തുടങ്ങും. നമ്മുടെ ഈ ഫ്രൈഡ് സോയ ചങ്ക്സിൻ്റെ ആ സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വഴറ്റി എടുത്ത് അത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. സാധാരണ ചിലർക്കെങ്കിലും സോയ ചങ്ക്സ് ഇഷ്ടമില്ലാത്തവരായിരിക്കും. കാരണം അതിൽ മസാലയൊന്നും പിടിക്കാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ ആ ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവുന്നത്. പക്ഷേ ഇതുപോലെ നമ്മളൊന്ന് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബീഫ് കറിയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കില്ലേ, ഫ്രൈഡ് ബീഫൊക്കെ, അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ അതിലുള്ള കംപ്ലീറ്റ് വെള്ളവും വറ്റുന്നത് വരെയും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് തന്നെ അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നോളും. നമ്മൾ വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ സോയ ചങ്ക്സിൽ നന്നായിട്ട് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമുക്കിതിന് വേണ്ടി കിട്ടുന്നത്. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. കൂടെ തന്നെ ഒരല്പം പച്ചമുളകും കൂടിയാണ്. ഈ പച്ചമുളക് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നതല്ല, പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് വെച്ചിട്ട് നമ്മൾ പിന്നീട് വേവിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഒരല്പം പച്ചമുളകും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. നമ്മളിങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും ഇതുപോലെ പച്ചമുളകൊക്കെ ലാസ്റ്റിലായിരിക്കും ചേർക്കുമ്പോൾ. കൂടെ തന്നെ ഒരല്പം നാരങ്ങാനീരും കൂടി. അപ്പോൾ നാരങ്ങാനീര് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിൽ വിനിഗർ ചേർത്താലും മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈനലി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒരു തവണ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് സോയ ചങ്ക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഫ്രൈഡ് സോയ നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പിയുടെ കൂടെ സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെയോ അപ്പത്തിൻ്റെ കൂടെയോ വേണമെങ്കിൽ നമുക്ക് പൊറോട്ടയുടെ കൂടെയും നല്ല സൂപ്പറായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. നല്ലൊരു ബ്രെഡും അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഫ്രൈഡ് സോയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.